അപ്പോൾ നമ്മളേ പുറത്തേക്ക് പോണില്ല എന്നുള്ള പരാതിയല്ലേ ആർക്ക്? കുട്ടികൾക്ക്. അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് വെറുതെ വൈകുന്നേരം ആകുമ്പല്ലേ വണ്ടി എടുത്തിട്ട് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അച്ചുട്ടി വായോ, കഴിയുന്നു. ഞാൻ മേമ വന്നിരുന്നു കേട്ടോ. അപ്പൊ മേമ വന്നപ്പോ ഞാനിതാ 5:20 കേട്ടോ ഒരുങ്ങാൻ തുടങ്ങിയത്. മേമ വന്നിരുന്നു. അപ്പൊ മേമ വന്നപ്പോ കുറച്ചു നേരം മേമയിലേക്ക് വർത്താനം പറയുന്നിട്ട് എപ്പോൾ കഴിഞ്ഞുള്ളൂ. നമുക്ക് എന്താ ഒരുങ്ങാളില്ലമ്മോ ഉണ്ടോ? നമ്മളിതാ പറയുമ്പോഴേക്കും ഒരുക്കം കഴിയും. കുട്ടികളുടെ ഒരുക്കം കഴിഞ്ഞോ? കുട്ടികളുടെ ഒക്കെ ഏകദേശമായോ? നീ മാത്രമാണ് വഴുകിച്ചത്. 5 ലൈറ്റ് ഓഫ് ആക്കിയില്ലേ? പൊന്നാരി ഇല്ല, നമ്മള് കുറച്ച് അച്ഛണ്ടല്ലോ, പിന്നെന്താ പേടിക്കാന്? നമ്മുടെ കൂടെ പേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല. എന്തെങ്കിലും അതിൽ പോയ ലൈറ്റിന്റെ വട്ടത്തിലേക്ക് എടുക്കാം. ലൈറ്റിന്റെ വട്ടത്തിൽ എടുക്കുന്ന നടക്കില്ല. ഇനി അവിടേക്ക് എത്തുമ്പോൾ ഇട്ടാവും. നോക്കാം. ഈ സമയത്താണ് അവിടേക്ക് എത്തേണ്ട സമയം. അതിനപ്പേക്ക് എല്ലാരും വരുമ്പോ പിന്നെ നമ്മൾ ഒരാള് വരുമ്പോ വരണ്ടാന്ന് പറയണം. കുട്ടിയെ ചെരുപ്പിട് അച്ഛനൊട്ടി ചെരുപ്പിട്. സുവന്യേ നമ്മുടെ ഒരുക്കം റെഡിയായോ? പൗഡർ എവിടെ? പൗഡർ വേണ്ട അല്ലേ? പൗഡർ ഇട്ടിട്ടില്ലെങ്കിലും അച്ഛൻ റെഡിയല്ലേ? ഒന്നിറങ്ങല്ലേ? നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ പോവോ? കുങ്കുമം എടുക്കട്ടെ. അയ്യോ 6 മണിയല്ലേ? 6 മണി കയറി. എടി ഇബന് ഇതല്ലോ ട്രൗസർ ഇട്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങള് പോകുകയാണ്. ദാ എൻ്റെ കോലം എങ്ങനെയുണ്ട്? സുകന്യയുടെ കോലം എങ്ങനെയുണ്ട്? എൻ്റെ കോലം പോവല്ലേ? അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാട്ടോ. ടാറ്റാ. എന്തോ ഒരു കാറ്റ. ഈ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ സമയം എത്ര ചോദിച്ചിട്ടാ? ഇപ്പൊ സമയം ഒരു 6 6:30 ഈ സമയം. ഞങ്ങളില്ലേ ഇതാ തൊട്ടപ്പുറത്ത് കണ്ടോ കൽപ്പാത്തിപ്പുഴയാണ്. ഞങ്ങൾ കൽപ്പാത്തിക്ക് വന്നതാണ് കേട്ടോ. കൽപ്പാത്തിക്ക് വന്നപ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇപ്പം എന്തായാലും ഇതാണ് കൽപ്പാത്തിപ്പുഴ. ഇതാണ് കൽപ്പാത്തിപ്പുഴയാണ്. വെള്ളല്ല, അവൻ കുളിക്കത്രേ. കുളിക്കാനെ കുട്ടി കൊണ്ട് വന്ന അവിടുന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അത് തട്ടുകാരാണ് പറഞ്ഞിട്ടില്ല. നമ്മള് കൽപ്പാത്തിക്കൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വരുന്നത്. അവിടെ ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ ഒന്ന് അറിയാന്ന് മാത്രമേ ഉള്ളൂ. സൈറ്റോ? അന്ന് ഇവിടെ സന്തോഷമായിട്ടുള്ളൊരു പണി ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റില്. അപ്പൊ അതുകൊണ്ട് മടക്കി വഴി അറിയാവുന്നുണ്ട്. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ വഴിയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അഗ്രഹാരത്തിൻ്റെ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഒന്നും മനസ്സിലാവില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ എന്തോ പരിപാടി എന്തോ ഉണ്ട്. അമ്പലത്തില് ആനകളൊക്കെ നിക്കണ്ട്. അതൊരു പൂവ് പൊന്നെ. അലറിയല്ല, അതൊരു മരുന്നാണ്. അത് എന്താ പറയാ? പാറകല്ല, എന്താ പറയാ? ഇതാണ് കാലുവേദനക്കൊക്കെ കിട്ടുന്ന സാധനമാണ്. കാലുവേദനക്ക് കിച്ചു അങ്ങോട്ട് പോകണ്ട. നമുക്ക് അറിയാത്ത സ്ഥലങ്ങളാണ്. നോക്കിയൊക്കെ വലിയൊരു ആല്. ഞാൻ ഒരു 8-10 ദിവസം ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ ഈ ഭാഗത്ത് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ മഴ പെയ്യുന്ന സമയത്തൊക്കെയാണ് വെച്ചാൽ ഇതുവരെ വെള്ളം ഉണ്ടാവും കേട്ടോ. അല്ല നമ്മള് വന്നു പോകുമ്പോ കാണില്ലേ എത്ര. ഇവിടെ ഒരു അമ്പലമാണ് കേട്ടോ. ഈ പുഴയുടെ ഈ തൊട്ട് തന്നെ ഇതൊരു അമ്പലമാണ്. ഇവിടെ കുറേ ഈ ഭാഗത്തില്ലേ കുറേ അമ്പലങ്ങളാണ് കേട്ടോ. ഒരമ്പലത്തിൽ കഴിയുമ്പോ അടുത്ത അമ്പലം അല്ലേ? ഏതൊക്കെ അമ്പലമാണെന്നറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 3 അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോയി. ആരാണ് എല്ലാവരും ഏതാണെന്നറിയില്ല. മണി അടിക്കും. ഒന്ന് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങോട്ട് അവിടെ ആൾക്കാർ കുളിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ ഒരു ഇടവഴി പോലെ ഉണ്ട് അല്ലേ? അത് എന്ത് വഴിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നടക്കാൻ ആൾക്കാർ അവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. കാറ്റ് കൊള്ളാനിരിക്കണതാണ്, വെള്ളം അടിക്കാനിരിക്കണമെന്ന് അറിയാം. അപ്പൊ ആ ഭാഗത്തേക്ക് കാണിച്ചാൽ ശരിയായില്ല. അപ്പൊ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് കൽപ്പാത്തിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാം.
അപ്പൊ കണ്ടില്ലേ, ഇതാണ് കൽപ്പാത്തിപ്പുഴ. കൽപ്പാത്തിപ്പുഴ കണ്ടില്ല എന്നാരും പറയരുത്. പോണ്ടാത്രേ പോണ്ടേ, ഈ കുട്ടിക്ക് ഇഷ്ടായോ അത്? ആ കണ്ട, അവിടെ നല്ല തണുപ്പുണ്ട്. ഇന്നത്തെ ഇനി ഇഷ്ടാവാതിരിക്കോ, ദൂരെ കാറ്റാ വെച്ചിട്ടാ, നല്ല രീതിയിൽ കാറ്റുണ്ട്. മാമനൊക്കെ വന്നു തുടങ്ങി. നമുക്ക് ഇവിടുന്ന് മെല്ലെ നീങ്ങി ബാക്കിച്ചിട്ടാ അങ്ങോട്ട് പോണ്ട. ബാ അവിടെയൊക്കെ മുല്ലപ്പൂ. മുല്ലപ്പൂണ്ട് സുന്നെ, മുല്ലപ്പൂ വേണോ? മുല്ലപ്പൂ വേണോ? എന്തുകൊണ്ട്? റോസാപ്പൂവോ, ചെമ്പരത്തി പൂ വേണോ? അതൊക്കെ ഉണ്ടായി. തേങ്ങ ഉണ്ട് വേണോ? മുല്ലപ്പൂവേ ഇതാ കണ്ടോ, ഇവിടെയുള്ള വീടുകളൊക്കെ നോക്കിയൊക്കെ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മുടെ ഇവിടെ പിള്ളത്തുണ്ട് എന്ന് പറയില്ല, ഈ പിള്ളത്തുണ്ട്. ഇവിടെ ഈ ഭാഗത്തും ആ ഭാഗത്തും നിറയെ വീടുകളാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രസമാണ്, നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ. ഇഷ്ടായില്ല? മേമ തമിഴ്നാട്ടിലെവിടെയായിരുന്നു? കോലമൊക്കെ ഇട്ടിട്ട് ആലയിക്കും വന്നു. അങ്ങോട്ട് പോവല്ലേ, നടക്കല്ലേ നമുക്ക്? അവരിരുന്നു ക്ഷീണിച്ച് അവര് നടന്നിട്ട്. പോവാ, ഞാൻ പിടിക്കാ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ? പൊന്നാരി, പൊന്നാരിക്ക് എന്താ ഉണ്ട്? ഇവിടെ കട ഉണ്ട്. നല്ല നല്ല ചായ ഒക്കെ കിട്ടും ഇവിടെ. ബാപ്പു കേട്ടാ, എന്താണ്ട് കുട്ടിച്ചു വേണ്ടി കുട്ടിച്ചെന്ത് വേണ്ടി കോലം കണ്ടോ, കോലൊക്കെ വെച്ചിട്ട്. ചായ ഇവിടെ കിട്ടില്ലടാ. കോലം വരഞ്ഞൊക്കെ നോക്കിയൊക്കെ. ചായ ഇവിടെ കിട്ടുക, ചായ അവിടെ കിട്ടുക. അവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. ആ ലൈറ്റ് കാരണം അവിടെ ആനയും വാദ്യങ്ങളൊക്കെ കേട്ടായിരുന്നു. എന്തായാലും നമുക്കിങ്ങനെ നടന്നു നോക്കാം. എവിടെ നമ്മള് എത്ര ദൂരം നടന്നോന്നറിയോ? ഇനി അതാ കണ്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം. എങ്ങനെയുണ്ട് അച്ചുട്ടി? ഇഷ്ടായില്ലേ? കുഞ്ഞ സുകന്യ എവിടേക്കാ? സുകന്യ രഥോത്സവത്തിന് റോട്ടിൽ കൂടെ കിട്ടാ വഴിയിലേക്കല്ലേ? വണ്ടിയിലൊക്കെ ബാ കണ്ടോ, കണ്ടോ? കണ്ടോ തേര് കണ്ടോ? വായമ്മു ഇതാ കണ്ടോ തേര് കണ്ടോ? ഗ്ലാസിന്റെ ഉള്ളില് തേര് കിടക്കണത്. ഇതാണ് പേര് കേട്ട കൽപ്പാത്തി തേര് കേട്ടാ. തേരിന്റെ സമയത്തൊന്നും ഇവിടെ വന്നു കഴിഞ്ഞു വെച്ചല്ലേ നമുക്ക് ഇതേപോലെ വീഡിയോ എടുക്കാനൊന്നിനും പറ്റില്ല കേട്ടോ. അതിൽ ഓരോ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നുണ്ടോ? എന്ത് ഭംഗിയാ ഓരോ ചിത്രപ്പണികള്. എത്ര ദിവസം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു തേരാക്കാന്. കണ്ടോ കുഞ്ഞാ? ഇതിങ്ങനെ തുറക്കും. ആനയും എല്ലാവരും പാടെ കൂടിയിട്ട്. ചായക്കട അവിടെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോഴേ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. എന്തോ വിശേഷമുണ്ട് അവിടെ. ആനകളൊക്കെ ഉണ്ട് കേട്ടോ. 3 ആനയൊക്കെ ഉണ്ട്. അതാ വെഞ്ചാമരം വീശിണ്ടാ. നല്ല ഭംഗിയുള്ള ആനകളാണ്. അവിടെ നമുക്ക് ഫ്രണ്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ്. ഈ 3 ആനകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇറങ്ങി തൊഴുകാൻ പറ്റിയില്ല. ഞാൻ തൊഴുതു. ഞങ്ങളെല്ലാവരും തൊഴുതിന്റെ അവിടെ എന്താ ഇവിടെ കുംഭാഭിഷേകോ? ഇന്ന് കുംഭാഭിഷേകം അത്രേ. നമ്മൾ വന്ന സമയം നല്ല സമയാട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കാണാൻ പറ്റിയത്. പക്ഷെ ഇവിടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഇതാ ഞാൻ പറയില്ലേ ഫിൽറ്റർ കോഫി അവിടെ അടച്ചേക്കണോ? നല്ലൊരു കാപ്പി കുടിക്കായിരുന്നു. നല്ല കാപ്പി കിട്ടിയത്. എന്തുണ്ടായിട്ടും കാര്യമില്ല. മനുഷ്യ
അങ്ങോട്ട് നോക്കുമ്പോ നല്ല ചന്തള്ള 3 ആനകൾ കേട്ടോ. അന്നെ എടുത്ത് വയ്യാതെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ എന്താ പോയിട്ട് കഴിക്കുക? അവിടെ ചായക്കട കൂടി ഇല്ല. ഇവിടെ ചായക്കട എന്താ പറഞ്ഞാ വിശക്കുണ്ടോ എന്റെ കുട്ടിച്ച്? ആച്ച കുഞ്ഞിന് വിശക്കുണ്ടോ? കുഞ്ഞിന് വിശക്കുണ്ടോ? നമുക്ക് വേറെ ഹോട്ടലിൽ പോവാട്ടോ. കൽപ്പാത്തിയിൽ പാപ്പ കിട്ടാൻ ബുദ്ധിമുട്ടാ. എന്റെ കുട്ടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാ. എന്താണ് അച്ഛൻ എടുക്ക? ഇത്ര നേരം എടുത്തില്ലേ? ഇത് നല്ല എടുത്തോളത്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ വന്ന്. അച്ഛനെ കുട്ടി നിക്കണ കൽപ്പാത്തി കൂടെ ഒക്കെ നടക്കണം. വലിയ കുട്ടിയായില്ലേ? പിന്നെ മണണ്ടല്ലേ ഈ ആനയുടെ മുകളിലേ ഇങ്ങനെ നിൽക്കുമ്പോഴേ പേടിയില്ലേണ പോലെ നമുക്ക് പോവാ. അച്ഛ വിളിക്കാൻ തുടങ്ങി. ആനയുടെ ബാക്കിലൊന്നും കുഴപ്പമില്ല. ആനയുടെ മുന്നിൽ പോയി നിൽക്കായിരുന്നു. ആ എന്താ പറ്റിയ എന്നെ പറ്റാണ്ടേ? ഞാനെന്താ ചെയ്യണു? ഹലോ വിളിച്ചാ അതെന്തിനാണ്? അതെന്തിനാലോ എന്നെ? അത് നിർത്തിയാ നിന്നെയും വേണ്ടിയില്ല. അപ്പൊ നമ്മളവിടെ കൊറേ നേരം നിന്നോട്ടോ. അപ്പൊ ഈ ആനയുടെ ബേക്കിനെ കാണാൻ പറ്റുള്ളൂ, ഫ്രണ്ട് വശം ഒന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ട് പോകാൻ തിരക്കായതും കൊണ്ട് മുഖപരിചയം ഉണ്ടോന്നറിയോ? മുഖം കണ്ടാലേ മുഖപരിചയം ഉണ്ടോന്നറിയോ? മുഖം കണ്ടാലല്ലേ മുഖപരിചയം ഉണ്ടോന്ന് അറിയുള്ളൂ. സാരില്ല. നിങ്ങളവിടെ ഉണ്ടാക്കിയിട്ടല്ലേ കുറെ? അതിന്റെ ഉള്ളിലുണ്ട്. അതാ അവിടെ ഇരിക്കണ്ടാവും. കുഞ്ഞെ ക്ഷീണിച്ചു. ബാ കാപ്പി കുടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. ശരിക്കില്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണട്ടോ. ഇതിന്റെ ഒരു വൈബ് രാത്രിയെ വരണേ. പകല് വരുന്നേക്കാട്ടിലും രാത്രി നല്ല രസമാണ് കേട്ടോ. ഏട്ടില്ലേ രാത്രി എന്താ കാണാനേ? രാത്രി എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടം രാത്രിയിൽ പുറത്തിറങ്ങാനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് രാത്രി കത്തുന്നതും ഇവിടെ ഒരു നല്ല കണ്ടോ എനിക്ക് എന്റെ ഡ്രസ്സ് കണ്ടോ? നല്ല കാറ്റാണ്. നല്ലൊരു വൈബാണല്ലോ. പിന്നെ നല്ല മനസ്സിനൊരു ശാന്തത അല്ലേട്ടാ, ഒരു സ്വസ്ഥത വന്ന പോലെ ഒരു മനസ്സിനൊരു. ആ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട് നോക്കില്ല, അപ്പുറമുള്ള നാട് പോയിട്ട് അതിന്റെ ഭംഗി നോക്കാൻ നിൽക്കും. നമ്മുടെ നാടിന്റെ ഭംഗിയിലെ സൂര്യ അല്ലേ? അമ്മേനെ വേണ്ടേ ഇപ്പൊ? എന്റെ ഒരു സൈഡ് തളരും ഇങ്ങനെ തന്നെ എടുത്തോണ്ടാന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടി. ഇനി നമുക്ക് കൊറേ അങ്ങോട്ട് പോവാണ്ട് കേട്ടോ. എനിക്കില്ലേ ഏറ്റവും ഇഷ്ടം ഇവിടെ എന്താ സ്വർണ്ണ ക്ലാസ്സിൽ ഞാൻ പറയാറില്ലേ, ആ സ്വർണ്ണ ക്ലാസ്സിൽ കിട്ടുന്ന കാപ്പി അതൊരു വല്ലാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ കട തുറന്നിട്ടില്ല, തൊണ്ടുഭാഗ്യല്ല. ബാ പോവാ, ബാ പോവാ. ഇവർക്ക് വരാൻ തോന്നില്ല. നോക്ക് വാട പോവാ. ലഡ്ഡു വാങ്ങാം. എന്ത് നടക്കാൻ വയ്യണ്ടേ? നടക്കാൻ വയ്യണ്ടേ? പിന്നെ നടക്കാൻ വയ്യണ്ടേ? ഏയ് അവൻ വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടെ. ആ അപ്പൊ നല്ല ആൾക്കാർ പോകാൻ തുടങ്ങിയല്ലോ അല്ലേ? അപ്പൊ തിരക്ക് നോക്കിയിട്ട് അവൻ നടക്കട്ടെ സൂര്യൻ. അവൻ മാത്രം കൂടെ വീട്ടിൽ കൂടെ ഓടണല്ലേ? ആ ചെക്കനൊക്കെ മടിയനാ. നമുക്ക് തരുവോ പോലെ? എന്ത് ഇവിടെ വാടകയ്ക്ക് വീട് വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രം കുഞ്ഞു വീട്ടിക്ക് പോവാ. ആരോടെ പറഞ്ഞില്ലേ ഇവിടെ വാടക കൊടുക്കുന്ന ഇവിടെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുക. അവർ വാടകയൊന്നും ആവശ്യമില്ല. അവർക്ക് സ്വന്തം വീട്ടിലൊരാ കണ്ടവർക്ക് കയറി താമസിക്കാനുള്ള ചേരിയാണത്. എന്ത് ആ അപ്പൊ ഫുൾ ചെലവ് നമ്മുടെ വക കേട്ടോ. എന്താണ് ഇവിടെ വന്നിട്ട് നമ്മുടെ വകയാണ് ഫുൾ ചെലവ്. അലറിപ്പൂവുണ്ട്, അലറി യോഗ. എന്റെ കുട്ടിക്ക് നടക്കാൻ വയ്ക്കണം. നീ നടക്കാൻ വിടാണ്ടേ? അതാ വിടാൻ നടക്കട്ടെ. ചുറ്റിച്ചോ കുട്ടി നടക്കട്ടെ. കുട്ടി നടക്കട്ടെ. അവൻ ഉണ്ടാവില്ല ഇത് കൂടെ നടക്കുന്നത്. അവൻ ഓടാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടെ ഓടി ശരിയായില്ല കേട്ടോ. ആകെ നമ്മൾ പെട്ടുപോകും. ഈ കുട്ടി അത് കൂടെ പോയി അച്ഛക്ക് വഴി കൂടി അറിയില്ല കേട്ടോ. ആ വഴി അറിയെങ്കിൽ ഏത് കൂടെ വന്ന് തിരയായിരുന്നു. തിരയാനും കൂടി പറ്റില്ല. ഇത്
ഇവിടെ ഇങ്ങനെ ഒരു വഴി, അപ്പുറത്ത് കൂടെ അങ്ങനെ ഒരു വഴി, അതിനപ്പുറത്ത് കൂടെ അങ്ങനെ ഒരു വഴി, തലങ്ങ് വിലങ്ങ് വഴി, ക്രോസും ക്രോസും. ഒന്ന് വഴി തെറ്റി കഴിഞ്ഞില്ലേ നിങ്ങളൊക്കെ എന്റെ 4 പേരും തന്നെ എന്നോളി. എനിക്ക് വഴി അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല, ആരും കൂട്ടുന്നില്ല. അച്ഛനില്ല അപ്പുറത്ത് കൂടെ ഒക്കെ പോകണം. അച്ഛോ ഇത് കൂടെ പോന്നോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീടത്തമ്പിളിക്ക് എണ്ണം കുറയും. പിന്നെ ആദ്യം നമ്മൾ ചാനലിൽ കൂടെ ഒക്കെ പരസ്യം ചെയ്യേണ്ടി വരും. ആർച്ചയെ കാണാനില്ല, ഇവിടെയില്ല മുത്തശ്ശിയുടെ അപ്പുറത്താണ് മുത്തശ്ശിയുടെ കട. ആർച്ചയെ കാണാനില്ല, കണ്ടു കിട്ടുന്നവരും അറിയിക്കണം പറഞ്ഞിട്ട് ആദ്യം വീഡിയോയിൽ വരും. ഇതെന്താ പിന്നിക്ക് നടക്കണ നോക്കിയിട്ട് ബാ, എന്താ പൊന്നെ പിന്നിക്ക് നടക്കണ? ബാ നമുക്ക് വീട്ടിക്ക് പോകണേ, ബാ വീട്ടിക്ക് പോണ്ടേ? ഇവിടെ നിന്നാ മതിയോ? കാപ്പിയെങ്കിലും കുടിക്കുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് ഒരു കാപ്പിയെങ്കിലും കുടിക്കുന്നു. അപ്പുറത്തെ ഒരു കാപ്പിക്കട ഉണ്ടോണ്ട് എന്താ ഒത്തേ? അയ്യോ എടുക്കണോ? എടുക്ക വേണ്ട, വിടാനാ പറഞ്ഞ. കിച്ചു നോക്കടാ കുട്ടീന്. വണ്ടി വണ്ടി ഇവിടെ വീട്ടിൽ കൂടെ നടക്കുമ്പോ നടക്കാൻ പറ്റും ഇവിടെ കേട്ടോ. നടക്ക്. ചായക്കട ഇല്ലത്, കൊല്ലങ്കോട് പോണെന്നുണ്ടെങ്കിൽ ബസ് പിടിച്ച് പോകുമ്പോഴേക്കും ആനക്കുള്ള കണ്ടോ തീറ്റ പോണു. ചായയുടെ മണം വരുന്നുണ്ട്. മണം വരുന്നത് വണ്ടി. സുകന്യേ, കൽപ്പാത്തി ഇങ്ങോട്ട് പോകുന്നപ്പോ എങ്ങനെയുണ്ട്? അവിടെയാണ് സുഖം, ഇവിടെയാണ് സുഖം. കൽപ്പാത്തി ചൂടാ? കൽപ്പാത്തി സുഖം, കൽപ്പാത്തിയാണ് സ്വർഗം അല്ലേ? എന്ത് രസമാണ് അവിടെ നിൽക്കാൻ. എന്ത് രസമാണെന്നറിയാം. ഉള്ളത് സ്റ്റേഡിയം സ്റ്റാൻഡിന്റെ അടുത്താട്ടോ. ടൗണിലേക്ക് എത്തി. ടൗണൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നന്നായി. ശരിക്കും ഈ സമയത്തൊന്നും ഞാനിവിടെ വരലില്ല കേട്ടോ. 8:30, 7:45. ഒരു 9 മണി സമയത്തൊന്നും രാത്രി ഒന്നും നമ്മളിങ്ങനെ കറങ്ങി നടക്കും. ഇവരൊക്കെ പിന്നെ സ്റ്റാൻഡ് ടൗണിൽ കൂടെ തന്നെ കിടന്ന് കളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്റ്റാൻഡിക്ക് വരുന്നത്. കല്യാണം ഇത്ര വർഷങ്ങൾക്ക് ഈ സമയത്ത് നമ്മളൊന്നും പുറത്തിറങ്ങാറില്ല. അല്ല, സ്റ്റേഡിയം സ്റ്റാൻഡിക്ക് നമ്മൾ വന്നിട്ടുമില്ല. ഇപ്പൊ പകലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വൈകുന്നേരം വരവല്ലേ. അപ്പൊ സർക്കസ് നോക്കിയേക്കാ, സർക്കസ് ഉണ്ട് ഇവിടെ. നമ്മള് സർക്കസ് എന്താ കാണാന്ന് വിചാരിച്ചാണ് കേട്ടോ. സർക്കസ് കാണാൻ പറ്റില്ല, പക്ഷെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റി. എന്ത് ഭംഗിയാന്നറിയോ? നടക്കില്ല. ഒരാൾക്ക് 300 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വില. അപ്പൊ നമ്മള് കുട്ടികൾക്കും കൂടി 3 വയസ്സിന് മോളിലുള്ള വേറെ ആരും പറ്റില്ല. നല്ല ലൈറ്റും ഇവിടെയും ചെറിയൊരു കാറ്റും കാര്യങ്ങളും. പക്ഷെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ അല്ലേ? ഇവിടുത്തെ സ്മെല്ല് നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. നമ്മള് എന്താ ഇനി ഉള്ളിലൊക്കെ പുറത്തേക്ക് വരും. നമ്മുടെ നാട്ടിൻപുറം തന്നെയാണ് കുറച്ചും കൂടിയൊക്കെ. എങ്ങനെയുണ്ട് സുകന്യ രാത്രിയിൽ വരുന്നത്? രാത്രി തന്നെ സുഖം. രാത്രി ഈ സമയത്ത് വരണം കേട്ടോ. അനിയേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരത്ത് വരേണ്ട കാര്യം പറഞ്ഞാൽ അനിയേട്ടൻ അപ്പൊ പറയുന്ന ഒരു കാര്യമാണ്. ഈ രാത്രിയിൽ എന്താ പോയി കാണാനുള്ളത്? രാത്രിയിൽ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണൊക്കെ രാത്രിയിലാണ് കാണാൻ ഭംഗി. എന്തൊക്കെ കാണും. കുഴിമന്തി കഴിക്കാൻ വന്നു കേട്ടോ. കുഴിമന്തി ഇല്ല, അപ്പൊ നെയ്ച്ചോറ്. ഇവിടെ അപ്പൊ എല്ലാവർക്കും വേണ്ടേ? അമ്മ കേട്ടോ വീഡിയോ എടുക്കണേ. അമ്മ കഴിച്ചോ? കഴിച്ച മതിയമോ? പൊന്നോ, മയോണൈസ് തിന്നാൻ പാടില്ല. എന്തൊക്കെ കാണിക്കും? വലിയ സുഖല്ല നമുക്ക്. കൽപ്പാത്തി തന്നെ. കൽപ്പാത്തി കൂടെ ഒന്നുകൂടെ നടന്നാലും അയ്യോ നഷ്ടം പറ്റില്ല. കൽപ്പാത്തി അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ഇവരോട് പറയുമ്പോഴേ കൽപ്പാത്തി പോവുക, അല്ലെങ്കിൽ അമ്മവും പറയും കൽപ്പാത്തി പോവുക പറയുമ്പോൾ എന്താ അവിടെ കാണാനുള്ള ചോദിക്കും. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം ഒരു അടിപൊളി അന്തരീക്ഷമാണ് കേട്ടോ. ഞാൻ നോക്ക് വണ്ടിയിൽ ചാരിക്കണം. ബാ പോവും നമുക്ക്. വേണ്ടാത്ര ഏട്ടാ ഇവിടെ നിൽക്കാം. പിന്നെ ഈ വരില്ലേ പൊന്നു അടക്കത്ര? ആരുടെ വണ്ടിയായാലും ചടച്ചറിന കുട്ടികള് എന്തെങ്കിലും അല്ല, അവർക്കൊന്നും കഴിക്കാനൊന്നും ഒരു പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കൽപ്പാത്തി പോയിട്ട്
കഴിക്കാൻ പറ്റിയതൊന്നും അവിടെ ഇല്ല കേട്ടോ. അതായത് ഇനിയിപ്പോ എന്തെങ്കിലും പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ആണ് പോണ് പറഞ്ഞാൽ അവിടെ ടിഫിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോ കൽപ്പാത്തി പോയപ്പോ ഞങ്ങൾ അവിടെ രാവിലെ അതൊക്കെ ഉണ്ട്. എന്താ വടി നല്ല ചായ കുടിച്ചിട്ടോ. അതാ പോണോക്ക് വാടി വാ. ഉള്ളിക്ക് പോവാന്ന്. ഉള്ളിൽ പോകാൻ പറ്റില്ല, അങ്ങോട്ട് നമ്മളെ കേറ്റില്ല. അവിടെ ഇവിടെ ഉണ്ട് കട, നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങും. ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങുമത്തെ. അവിടുത്തെ കടയിൽ നിന്ന് വാങ്ങാം. ഇനി എന്താ നമ്മളില്ലേ എന്തായാലും ഇത് കൂടെ ഒക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിന്റെ കാരണം കൊണ്ട് നമുക്ക് നേരത്തെ പുറത്തിറങ്ങാൻ പറ്റിയ സമയം തന്നെയാണ്. ഇനി സമാധാനമായിട്ട് നിൽക്കുക അവിടെ നിൽക്കണെങ്കിലും. ഇനി കൂട്ടുകാർ പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ഇത്രയും നേരത്തെ വെയിലിന്റെ ചൂടും വല്ലതും ആവിപ്പോ വല്ലതും തോന്നുന്നുണ്ടോ അല്ലേ? ഇപ്പൊ സുഖല്ലേ? ഈ നേരത്തെ നല്ല സുഖം കേട്ടോ. ശരിക്കും ഒരു 6 മണി കഴിഞ്ഞിട്ട് ടൗണിലേക്ക് ഇറങ്ങണമെങ്കിൽ സമാധാനത്തിൽ നിൽക്കാൻ പറ്റുന്നു. ഞങ്ങൾ കൽപ്പാത്തിയിൽ കുറെ നേരം ഇരുന്നു. അത് അതിങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ തിരക്കുകൾ കൂടിയപ്പോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്ത്. അച്ഛനാണെങ്കിൽ എന്തോ ഒരു വെയ്യായിണ്ട്, അച്ഛന് തലവേദന. അവള് അയ്യോ കുട്ടീനെ പിടിക്കുക, കുട്ടീനെ. അവള് ബാത്റൂമിലത്തെ എന്തോ ഇറങ്ങുമ്പോ എന്തോ തട്ടെന്തോ ചെയ്തു, അവിടുന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ഇനി എവിടുന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല. പറ്റുന്ന വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. അല്ലെങ്കിൽ നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം.